തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ പ്രഖ്യാപിച്ചതോടെ വലിയ ആവേശത്തിലാണ് ബിജെപി പ്രവർത്തകർ. കഴിഞ്ഞ തവണയുള്ളതിനേക്കാൾ കൂടുതൽ വോട്ട് ഇത്തവണ നേടാനാകുമെന്നാണ് എൻഡിഎ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം മറ്റ് മുന്നണികൾക്കും തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. ദീപക് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. ദീപക്, ബിജെപിയെ സംബന്ധിച്ചിടത്തോളം തൃശൂർ എന്നതൊരു എ ക്ലാസ് മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിലേറെ വോട്ടുകൾ അവർക്ക് അവിടെ നേടാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഇക്കുറി സുരേഷ് ഗോപിയുടെ വരവോടെ ആ വോട്ടിന്റെ ശതമാനം കൂട്ടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണോ ബിജെപി? എങ്ങനെയാണ് അവർ പ്രചാരണ രംഗത്തേക്ക് സജീവമാകുന്നത്? സുരേഷ് ഗോപിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ എപ്പോൾ തുടങ്ങും? അനുജ, ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു ആവേശം പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് BJP പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമുക്കറിയാം BDJS-നായിരുന്നു NDA ഇവിടെ തൃശ്ശൂർ മണ്ഡലത്തിൽ സീറ്റ് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ ആ കാര്യത്തിൽ BJPക്ക് കൃത്യമായ അതൃപ്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തകരാരും തന്നെ വലിയ രീതിയിൽ പ്രചാരണ രംഗത്തേക്ക് കടക്കാത്ത ഒരു സാഹചര്യവും കൂടി തൃശ്ശൂർ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പാടെ മാറിയിരിക്കുന്നു. താമര ചിഹ്നത്തിൽ സുരേഷ് ഗോപി എത്തുന്നു എന്ന വാർത്ത വന്നതോടുകൂടി വലിയ രീതിയിൽ ഒരു ആവേശത്തിലേക്ക് BJP ക്യാമ്പ് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നാളെ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനമാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി നാളെ പുലർച്ചെ ദർശനം നടത്തിയ ശേഷം പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നും റോഡ് ഷോയായി കളക്ടറേറ്റിലേക്ക് എത്തി പത്രിക സമർപ്പിക്കും എന്നുള്ള വിവരമാണ് BJP പ്രവർത്തകർ അല്ലെങ്കിൽ നേതൃത്വം അല്പം മുൻപ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതിനു മുൻപ് സുരേഷ് ഗോപി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി മണ്ഡലത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിൽ ഒരു വോട്ട് കൂട്ടാനുള്ള സാധ്യത തങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് NDA അവകാശപ്പെടുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം 1,02,000 പരം വോട്ടുകളായിരുന്നു NDA സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നേടിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നെല്ലാം കൂടിക്കൊണ്ട് സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി കൂടുതൽ വോട്ടുകൾ, സ്ത്രീകളുടേതുൾപ്പെടെ കൂടുതൽ വോട്ടുകൾ, യുവാക്കളുടെ ഉൾപ്പെടെ വോട്ടുകൾ നേടാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ NDA വെച്ച് പുലർത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത്. അത് ഒരു തരത്തിലും തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല എന്നാണ് പറയുന്നത്. കാരണം സ്ഥാനാർത്ഥിയെ ഇനി കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യം NDA സംബന്ധിച്ച തൃശ്ശൂർ ജില്ലയിലില്ല. ഈ ഒരു സ്ഥാനാർത്ഥി തൃശ്ശൂർ ജില്ലയിൽ NDAയുടെ സ്ഥാനാർത്ഥിയെ സുരേഷ് ഗോപി എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് മറ്റ് 2 മുന്നണികൾക്കുമാണ്. അതിൽ പ്രത്യേകിച്ച് UDF-നാണ് ഏറ്റവും വലിയ ദോഷം ഈ കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം നേരത്തെ BDJS സ്ഥാനാർത്ഥി വന്ന സാഹചര്യത്തിൽ നായർ വോട്ടുകൾ ഉൾപ്പെടെ കൂടുതലുള്ള മണ്ഡലത്തിൽ അത്തരം വോട്ടുകൾ UDF-ന് ലഭ്യമാകും എന്നുള്ള ഒരു പ്രതീക്ഷ UDF ക്യാമ്പിനെ വെച്ച് അവർ പുലർത്തിയിരുന്നു. അത്തരത്തിലൊരു പ്രതീക്ഷ അവർ വെച്ച് പുലർത്തിയിരുന്നു. എന്നാൽ അത് ഇനി സുരേഷ് ഗോപി ഒരു സ്ഥാനാർത്ഥിയായി എത്തുന്നതോടുകൂടി, താമ്ര ചിഹ്നത്തിൽ എത്തുന്നതോടുകൂടി സ്വാഭാവികമായും BJP കാൻഡിഡേറ്റിന് പോകുമോ എന്നുള്ള ഒരു ഭയം ഇപ്പോൾ UDF ക്യാമ്പിന് ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ ഒരു UDF ക്യാമ്പിന് അത്തരത്തിൽ വോട്ടുകൾ നഷ്ടമാവുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് അനുകൂലമാകും എന്നുള്ള കണക്കുകൂട്ടലുകൾ ഇടതുമുന്നണിയും വെച്ച് പുലർത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു എ ക്ലാസ് മണ്ഡലത്തിൽ BJP എ ക്ലാസ് എന്ന് പറയുന്ന എ ക്ലാസ് മണ്ഡലത്തിൽ പോരാട്ടം കനക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. 3 മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും ഇത്രയും ദിനം മങ്ങി നിന്ന ഒരു മണ്ഡലം ഇനി മാറാൻ പോകുന്നത് എന്നുള്ളതാണ് അനുജ. തൃശൂരിൽ ഒരു ത്രികോണ മത്സരത്തിലാണ് കളമൊരുങ്ങുന്നത്. സുരേഷ് ഗോപി നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ശേഷമായിരിക്കും പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്.